ഹായ്, വെൽക്കം ടു ഇൻഫോമിക്സ് ചാനൽ. ഇന്ന് നമുക്ക് സ്വിമ്മിങ്ങിനെ കുറിച്ച് പറയാം. ഓക്കെ, സ്വിമ്മിങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരു സർവൈവൽ സ്കില്ലാണ്, അതൊരു ലൈഫ് സേവിങ് സ്കില്ലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സർവൈവൽ സ്വിമ്മിങ് ലെസൺസിനെ കുറിച്ചിട്ട്? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഈ സർവൈവൽ സ്വിമ്മിങ് ലെസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സ്വിമ്മിങ് ലെസൺസ് പോലെയല്ല കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം വെള്ളത്തിലെങ്ങാനും അറിയാതെ വീണ് പോവുകയാണ്, നമ്മൾ ഡ്രൗൺ ചെയ്യാതെ നമ്മളെ തന്നെ റെസ്ക്യൂ ചെയ്യാനായിട്ട്, നമ്മളെ തന്നെ സഹായിക്കാനായിട്ട് നമുക്ക് കിട്ടേണ്ട, നമ്മൾ ആ പഠിപ്പിക്കുന്ന ആ ഒരു സ്കില്ലിനെയാണ് സർവൈവൽ സ്വിമ്മിങ് ലെസൺസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം എൻ്റെ മോന് ഞാൻ സർവൈവൽ സ്വിമ്മിങ് ലെസൺസിന് വിട്ടു ഇവിടെ. അതിൻ്റെ വീഡിയോസ് എല്ലാം ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ സർവൈവൽ സ്വിമ്മിങ് ലെസൺസ് സാധാരണ നമുക്ക് പിള്ളേരിൽ വെള്ളത്തിനോടുള്ള പേടി മാറ്റാനായിട്ട്, അവർക്ക് അതുപോലെ തന്നെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. പിന്നെ മാത്രമല്ല, അവർ സ്വിം ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയേർഡായി പോവില്ലേ, പിള്ളേരാണെങ്കിലും നമ്മളാണെങ്കിലും പെട്ടെന്ന് ടയേർഡായി പോകും. അപ്പോൾ പെട്ടെന്ന് ടയേർഡാകുമ്പം എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ രക്ഷപ്പെടേണ്ടത് എന്നുള്ള സ്കില്ല് പറഞ്ഞു കൊടുക്കും. അതുപോലെ കറക്റ്റായിട്ടുള്ള സ്ട്രോക്ക് ടെക്നിക്സ് എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പം ഇതിനകത്ത് സാധാരണ അവർ പറയുന്നത് 6 മാസം മുതൽ ഉള്ള കുട്ടികൾക്ക് അവർ സ്വിമ്മിങ് ലെസൺസ് കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു 4 ദിവസം 3 to 4 days അവർ 1-to-1 ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതൊരു 10 to 15 minutes ആയിരിക്കും ഒരു ലെസൺ എന്ന് പറയണത്. അപ്പം മൺഡേ ടു തേഴ്സ്ഡേ 4 days 10 to 15 minutes ഈച്ച് ഡേ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഓരോ കുട്ടികളുടെയും കഴിവനുസരിച്ചിട്ട്, അവർ പഠിക്കുന്ന ഇതനുസരിച്ചിട്ടാണ് അവരുടെ എത്ര വീക്ക് കൊണ്ട് അവർ അത് പഠിച്ചെടുക്കും എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം 6 to 8 weeks വരെ അത് പോകാം. അപ്പം പിള്ളേർ എത്ര ഫാസ്റ്റായിട്ട് പഠിക്കുന്നു എന്ന് വെച്ചിട്ട് അപ്പം എൻ്റെ മോൻ പോയി, അവന് ഒരു 3 weeks കൊണ്ടാണ് അതിനകത്ത് ഗ്രാജുവേഷനൊക്കെ ഉണ്ടത്. എല്ലാ ടെക്നിക്സും പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഗ്രാജുവേഷൻ കൊടുക്കും. അപ്പോൾ അതിനൊരു മെഡലൊക്കെ കൊടുക്കും അവർക്ക്. ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്വിമ്മിങ് ലെസൺസിൽ അവർ ശരിക്കും ഇവരെ എങ്ങനെയാണ് സ്വിം ചെയ്യേണ്ടത്, നീന്താനായിട്ട് പഠിപ്പിക്കുക. അപ്പം നമ്മൾ ഒക്കെ ഇങ്ങനെ മുഖം ഇങ്ങനെ താഴ്ത്തി വെള്ളത്തിൽ സാധാരണ നമ്മൾ നീന്തുന്ന പോലെ, സാധാരണ ഞാനൊക്കെ നീന്തുന്ന സമയത്തൊക്കെ തല പൊക്കി പിടിച്ചിട്ടാണ്. പക്ഷെ ഇവരെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച വീഡിയോയിൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്കത്. മുഖം താഴ്ത്തിയാണ് വെള്ളത്തിൽ ഇത് മുക്കി വെക്കാനാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ബ്രത്തൊക്കെ എടുത്തതിന് ശേഷം അങ്ങനെ വെച്ചിട്ടാണ് അവർ സ്വിം ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇവർ ടയേർഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഫ്ലോട്ട് ചെയ്യും, ഇങ്ങനെ മലന്ന് കിടന്ന് കഴിഞ്ഞിട്ട് അവരുടെ ക്ഷീണം മാറുമ്പോൾ വീണ്ടും കമന്ന് നീന്തും. അതാണ് അങ്ങനെ, അതായത് നമ്മൾ സാധാരണ നീന്തുന്ന പോലെ നീന്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ക്ഷീണം തോന്നുമ്പം പിള്ളേരെ അത് ഫ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഫ്ലോട്ടിങ് ടെക്നിക്ക് പഠിപ്പിക്കും. എന്നിട്ട് അവർ ഫ്ലോട്ട് ചെയ്തിട്ട് അവരുടെ ക്ഷീണം മാറുന്ന വരെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വീണ്ടും കമന്ന് സാധാരണ നീന്തുന്ന പോലെ നീന്തും. അതുപോലെ കാല് അടിച്ചിട്ടും കിക്ക് ചെയ്തിട്ടും കിക്ക് ചെയ്യാതെ നീന്താനായിട്ട് പഠിപ്പിക്കും. ഇപ്പം എൻ്റെ മോനൊക്കെ അവനൊരു 3 weeks കൊണ്ട് അവൻ പഠിച്ചു. പിന്നെ അവർ പറഞ്ഞു അവനൊന്നും കൂടി എക്സ്പീരിയൻസും കോൺഫിഡൻസും ഒന്നും കൂടി കൂട്ടണമെങ്കിൽ 1 week കൂടി പോരേന്ന് പറഞ്ഞു. അവൻ ഗ്രാജുവേറ്റ് ആയി. എന്നാലും ഒരാഴ്ച കൂടി ഞാൻ ഒന്നും കൂടി അവനെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സർവൈവൽ സ്വിമ്മിങ് ലെസൺസ്. എന്നിട്ട് ഇവരെങ്ങനെ ഗ്രാജുവേറ്റ് ചെയ്യണമെന്നറിയോ? അവന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദിവസം ഈ നമ്മളോട് പറയും കൊച്ചിനെ ഏത് ഡ്രസ്സിലാണ് അവർ യൂഷ്വലി പോകുന്നത്. ഇപ്പോൾ അവർ ജാക്കറ്റ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ജീൻസൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ ജീൻസ് ഇടും, ടീഷർട്ടും ജാക്കറ്റും, പിന്നെ അവന് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ്, അതുപോലെ ഷൂ ഉണ്ടെങ്കിൽ ഷൂ, സോക്സ് ഉണ്ടെങ്കിൽ സോക്സ്, ഇതെല്ലാം ഇട്ടിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം ഇട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ വെള്ളത്തിൽ വീഴുന്നത്. അപ്പം നമുക്ക് നീന്താൻ അറിയുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതേ ടെസ്റ്റ് പോലെ തന്നെ ഇവരോട് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദിവസം ഇതെല്ലാം ഇട്ടിട്ട് വരാൻ പറയും കേട്ടോ. ഇപ്പോൾ ജാക്കറ്റും, അവൻ്റെ മോൻ പോയപ്പോൾ അവന് ജാക്കറ്റും ഷൂസും കണ്ണടയും എല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ട് അവർ ആ സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ നിന്ന് എടുത്ത് വെള്ളത്തിലേക്ക് ഒരൊറ്റ ഇടലാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ
കൊച്ച് നീന്തണം, അതുപോലെ തന്നെ ഫ്ലോട്ട് ചെയ്യണം. അവൻ ടയർഡാകുമ്പം ഫ്ലോട്ട് ചെയ്യണം, പിന്നെ വീണ്ടും നീന്തണം. പിന്നെ അവർ 2-3 സാധനങ്ങൾ ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും. അവിടെ സ്റ്റെപ്പ്, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സ്റ്റെപ്പിൽ 2-3 സാധനങ്ങളല്ല, ഈ ചെറിയ മീനോ അങ്ങനത്തെ ഈ ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇത് വെച്ചിട്ട് അത് മുങ്ങിപ്പോയി എടുത്തിട്ട് വരാൻ പറയും. അപ്പോൾ അതെല്ലാം അവർക്ക് പോയിട്ട് മുങ്ങിപ്പോയി എടുത്തിട്ടൊക്കെ വരണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവർ ടെസ്റ്റ് പാസ്സാവുന്നത്. അത് ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിച്ചു. ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല, ഇവിടെ വരുന്നവരെ ഞാൻ ഈ സർവൈവൽ സ്വിമ്മിങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഞങ്ങൾ watchmeswim.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് വഴിയാണ് ഞങ്ങൾ അത് ബുക്ക് ചെയ്തത്. അത് എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സർവൈവൽ സ്വിം ലെസൺസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പം ഫ്ലോറിഡയിൽ ഇപ്പം ഒക്കെ ഉണ്ടെന്നാണ്, ഫ്ലോറിഡയിലുണ്ട്. എനിക്കറിയില്ല എല്ലായിടത്തും ഈ സർവൈവൽ സ്വിമ്മിങ് ലെസൺസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. മോനൊക്കെ പെട്ടെന്ന് പഠിക്കുകയും ചെയ്തു, വളരെ നല്ലതായിരുന്നു. അപ്പം അടുത്ത തവണ വേറെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇപ്പം ഇതിനകത്ത് ഞാൻ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണാം. അപ്പോൾ ഇനിയും കാണാം അടുത്ത വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.